അടുത്ത കാലത്തൊന്നും മറ്റേതെങ്കിലും ബഹിരാകാശ സഞ്ചാരികളെക്കുറിച്ച് ഭൂമിയിലെ മനുഷ്യർ ഇത്രയേറെ ആശങ്കപ്പെട്ടിട്ടുണ്ടാവില്ല. ബോയിങ് സ്റ്റാർലൈനർ പേടകം സാങ്കേതിക പ്രശ്നങ്ങളാൽ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയതു മുതൽ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും എപ്പോൾ തിരികെ എത്തിക്കുമെന്നതിലും അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ചും ആശങ്കയുണ്ടായിരുന്നു. 286 ദിവസങ്ങളാണ് ഇവർ ബഹിരാകാശത്ത് കഴിഞ്ഞത്. 4577 തവണ ബഹിരാകാശ നിലയത്തിൽ ഭൂമിയെ ചുറ്റി. 19.52 കോടി കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തു. വെറും 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായി തയ്യാറെടുത്ത് പോയ യാത്രികർക്കാണ് ഇത്രയേറെ ദിവസം നിലയത്തിൽ കഴിയേണ്ടി വന്നത്. ഒടുവിൽ ഇരുവരെയും 2 സീറ്റുകൾ ഒഴിച്ചിട്ട് പുറപ്പെട്ട സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ 9 പേടകത്തിലാണ് തിരിച്ചെത്തിയത്. എല്ലാവരും കണ്ടു കാണും 4 വലിയ പാരച്യൂട്ടിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്നിറങ്ങുന്ന ക്രൂ 9 പേടകത്തിന്റെ ദൃശ്യങ്ങൾ. ബഹിരാകാശ ദൗത്യങ്ങളുടെ കാഴ്ചകൾ അതിമനോഹരമായി പകർത്തിയെടുക്കുന്നതും അത് ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഒരു പതിവ് ശൈലിയാണ്. ചൊവ്വാഴ്ച രാവിലെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഹാർമണി പോർട്ടിൽ നിന്ന് സുനിത വില്യംസും ബുച്ച് വിൽമോറുമടക്കം 4 ബഹിരാകാശ സഞ്ചാരികളുമായി പേടകം പുറപ്പെട്ടത്. നാസയുടെയും സ്പേസ് എക്സിന്റെയും മേൽനോട്ടത്തിലായിരുന്നു 17 മണിക്കൂർ നീണ്ട ഈ യാത്ര. റീ എൻട്രി ട്രജക്ടറിയിൽ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറക്കുന്നതിനായി എഞ്ചിൻ പ്രവർത്തിപ്പിച്ചതിനു ശേഷമാണ് ഒരു പേടകം ഭൂമിയിലേക്ക് തിരിച്ചിറക്കുന്നതിന്റെ ഏറ്റവും സങ്കീർണമായ നിമിഷങ്ങൾ. അന്തരീക്ഷത്തിലേക്ക് അതിവേഗം നീങ്ങുന്ന പേടകം അന്തരീക്ഷവുമായുള്ള ഘർഷണത്തിൽ പേടകത്തിന് ചുറ്റും ചൂട് വർദ്ധിക്കുകയും തീഗോളം കണക്കെ പ്ലാസ്മ പാളി രൂപപ്പെട്ടു. ഈ സമയം പേടകവും കൺട്രോൾ സെന്ററുമായുള്ള ആശയവിനിമയ ബന്ധം തടസ്സപ്പെടും. താപനില ഉയരും. നിമിഷങ്ങൾക്കകം പേടകം അന്തരീക്ഷം കടന്ന് ആകാശത്ത് പ്രത്യക്ഷമായി. ആശയവിനിമയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. എല്ലാം നല്ല നിലയിലാണെന്ന റേഡിയോ സന്ദേശം സഞ്ചാരികൾക്ക് ലഭിച്ചു. നിശ്ചിത ഉയരത്തിലെത്തിയപ്പോൾ ഡ്രോഗ് പാരച്യൂട്ടുകൾ വിടർന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന പേടകത്തിന്റെ വേഗത നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രോഗ് പാരച്യൂട്ടുകൾ ഉപയോഗിക്കുന്നത്. പതിയെ പാരച്യൂട്ടുകളിൽ തൂങ്ങി പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്നിറങ്ങി. പിന്നാലെ തന്നെ സ്പേസ് എക്സിന്റെ റിക്കവറി കപ്പൽ പേടകത്തിനരികിലെത്തി. പേടകത്തിന് ചുറ്റും സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ഡോൾഫിനുകളും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പുറത്തിറങ്ങി. ഫ്ലോറിഡയുടെ തീരക്കടൽ ഡ്രാഗൺ പേടകത്തിൽ സ്പ്ലാഷ് ലാൻഡ് ചെയ്യുന്ന സുനിതയെയും വിൽമോറിനെയും ക്രൂ 9-ലെ 2 അംഗങ്ങളെയും ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. 9 മാസത്തോളം മൈക്രോഗ്രാവിറ്റിയിൽ കഴിഞ്ഞ അവർക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്നതിനുള്ള പിന്തുണയും സഹായവും അവിടെ നൽകും. ബഹിരാകാശത്തു തങ്ങി മടങ്ങുന്നവർക്ക് ഭൂമിയിൽ ജീവിക്കുന്നതിന് അനുഗുണമായ ശാരീരിക മാനസിക അവസ്ഥ വീണ്ടെടുക്കാൻ പ്രക്രിയയ്ക്ക് നാളുകളെടുക്കും. ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതിനാൽ അവരുടെ കൈകാലുകളിലെ പേശികൾ ക്ഷയിച്ചിട്ടുണ്ടാകും. എല്ലുകൾക്ക് ബലക്ഷയം, ഉറക്കമില്ലായ്മ, മൂത്രക്കല്ല്, അണുബാധ. ബഹിരാകാശ ജീവിതം യാത്രികരുടെ പ്രതിരോധശേഷി കുറയ്ക്കും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദവും തലകറക്കവും മന്ദത, ശരീരത്തിന്റെ തുലന നിലയിൽ നിന്ന് പ്രശ്നം, ബേബി ഫീറ്റ്, പാദത്തിന്റെ അടിവശത്തെ ചർമ്മം നേർത്തു ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്.